പ്രായപൂർത്തിയാകാത്ത കുട്ടി എന്നതുകൊണ്ട് തന്നെ പോക്സോ കേസിലെ വകുപ്പുകളാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. ചന്തേര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത 9 കേസുകളിൽ 10 പ്രതികൾ മൊത്തമുണ്ട് എന്ന് പറയപ്പെടുന്നു. പിന്നെ തലശ്ശേരിയിലും കോഴിക്കോട് കസബ സ്റ്റേഷനിലും ഒക്കെ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിൽ ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് കുട്ടികളെ, അവർ പ്രായപൂർത്തിയാവാത്തവരാണ്, അവരെ കുഞ്ഞുങ്ങളാണ്, അവരെ ഡേറ്റിംഗ് ആപ്പിലൂടെ ആകർഷിച്ച് കൊണ്ടുവരുന്നത് വലിയ ഒരു കുറ്റമായി തന്നെ കണക്കാക്കിക്കൊണ്ട് പോലീസ് പുതിയ നടപടികൾ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികതയുമായി ബന്ധപ്പെട്ട പഴയ 377 വകുപ്പ് ശ്രദ്ധിച്ച് അതിൽ പ്രായപൂർത്തിയായവരുടെ വിഷയങ്ങളിൽ അവരുടെ 4 ചുമരുകൾക്കുള്ളിൽ നടക്കുന്നത് അവരുടെ സ്വകാര്യതയാണെന്ന് പറഞ്ഞ് സംരക്ഷിക്കുമ്പോൾ പോലും അതിന്റെ ഒരു പാർട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സിന് താഴെയുള്ളവരോട് പ്രകൃതി വിരുദ്ധ ലൈംഗിക കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോലും ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ റദ്ദാക്കാത്ത ഭാഗവും ഇവിടെ നിലനിൽക്കുന്നതാണ്. പക്ഷെ 18 വയസ്സ് തന്നെ പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആക്ട് ആയിട്ടുള്ള ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലെ ഒരു സ്പെഷ്യൽ നിയമം എന്ന രീതിയിൽ പോക്സോ കുറ്റകൃത്യത്തിലെ പ്രസ്തുത വകുപ്പുകൾക്ക് തന്നെയാണ് പ്രാധാന്യം. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചേർത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, സമൂഹത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന രീതിയിലേക്ക് ഡേറ്റിംഗ് ആപ്പുകൾ മാറുന്ന സാഹചര്യത്തിൽ ഈ ഡേറ്റിംഗ് ആപ്പുകൾക്ക് നേരെ ഒരു പരിധി വിട്ട് രോഷാകുലരായിട്ട് കാര്യമില്ല. കാരണം പരമ്പരാഗത രീതിയിലുള്ള വിവാഹങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ലെസ്ബിയൻസിന് വേണ്ടി സ്ത്രീയും പ്രണയിക്കുന്നവർ, പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർ, അത്തരത്തിലുള്ള ലൈംഗിക രീതികൾ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ എല്ലാം അവകാശങ്ങളെ മഴവിൽ വർണ്ണങ്ങളിൽ അനുകൂലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 18 വയസ്സ് പൂർത്തിയായ രാജ്യം പൗരരെന്ന് അല്ലെങ്കിൽ മേജർ എന്ന രീതിയിൽ അംഗീകരിക്കുന്നവർക്ക് വിവിധ രീതിയിലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാനും പരസ്പരം കണ്ടുമുട്ടാനും അല്ലെങ്കിൽ പരസ്പര ഉഭയകക്ഷി സമ്മത പ്രകാരം ലൈംഗികത ആസ്വദിക്കാനും ഒക്കെ ഈ നാട്ടിലെ നിയമം അനുവദിക്കുന്ന സാഹചര്യങ്ങൾ ഉള്ളതിനാൽ 18 വയസ്സ് പൂർത്തിയായവരെയാണ് ഡേറ്റിംഗ് ആപ്പുകൾ ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും അവരിത് ഈ ചതിക്കുഴികളിൽ വിട്ടുപോവുകയും ചെയ്യുന്നതിന് കൃത്യമായ കൗൺസിലിംഗ്, സ്കൂൾ കോളേജ് തലങ്ങളിൽ അത് പറഞ്ഞു മനസ്സിലാക്കി ബോധിപ്പിക്കൽ എന്നിവ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള ഒരു പോംവഴി. 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന ഈ പരാതി വന്ന സ്ഥിതിക്ക് ഇതിൽ ഉൾപ്പെട്ട പ്രത്യേകിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അവരിലെ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളിലുള്ളവർ അവരെ പരിശോധിച്ച് അവരെ പാർട്ടികളിൽ നിന്ന് അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മുൻകൈ എടുക്കേണ്ടി വരും. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.